നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മകൾക്കുള്ള നട്ടെല്ല് പോലും ഇല്ലാതെ പോയല്ലോ ലാലേട്ട നിങ്ങൾക്ക്. വിസ്മയെ ഓർത്ത് അഭിമാനം തോന്നുന്നു. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥികളുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചും വിസ്മയ മോഹൻലാൽ രംഗത്ത് വന്നതോടുകൂടി മോഹൻലാൽ ഇപ്പോൾ അടപടലം പെട്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഒക്കെ വലിച്ചു കീറിക്കൊണ്ടാണ് മലയാളികൾ പോസ്റ്റുകളും കമന്റുകളും ഒക്കെ പങ്കുവയ്ക്കുന്നത്. മലയാള സിനിമയിൽ നിന്ന് താരരാജാക്കന്മാർ ആരും തന്നെ ഇതുവരെ വിദ്യാർത്ഥികളുടെ സമരത്തെ പിന്തുണച്ച് രംഗത്തേക്ക് വന്നിട്ടില്ല. അവരെല്ലാവരും ഭയപ്പെട്ടിരിക്കുകയാണ്. അവരെല്ലാം സിനിമയിൽ മാത്രമാണ് ഹീറോസ്. ടോവിനോ തോമസിനെ പോലെയുള്ള യുവനിര നടന്മാർ മാത്രമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ വിസ്മയ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് പങ്കുവച്ചതോടുകൂടി ഇപ്പോൾ സൈബറിടം കത്തുന്ന ചർച്ചകളാണ് നടക്കുന്നത്. മോഹൻലാലിനെ വിമർശിച്ച് ഒരു കൂട്ടർ രംഗത്ത് വരികയാണ്. നിങ്ങൾ എന്തുകൊണ്ട് വാ തുറക്കാതെ ഇരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട്. മമ്മൂട്ടിക്ക് നേരെയും ഇതേ ചോദ്യം തന്നെയാണ് ഉയരുന്നത്. എന്നാൽ വിസ്മയയ്ക്ക് നേരെ ഇപ്പോൾ സംഘികൾ കടിച്ചു കീറി ഇറങ്ങിയിരിക്കുകയാണ്. മകളെ രായപ്പന് കിട്ടിയ പണിയാണ് നിനക്കും വരാനിരിക്കുന്നത് എന്നൊക്കെയുള്ള ഭീഷണികളാണ് സംഘപരിവാറിന്റെ ഈ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത്തരം ഭീഷണികളെ ഒന്നും ലെവലേശം കൂസാതെ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് വിസ്മയ. അതുകൊണ്ട് തന്നെ അവരെ ചേർത്ത് പിടിക്കുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ. രാജ്യം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ തന്നാൽ കഴിയുന്ന രീതിയിൽ ഒരു പിന്തുണയാണ് വിസ്മയ മോഹൻലാലിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മോഹൻലാൽ അടപടലം പണി മേടിച്ചിരിക്കുകയാണ്. മകളുടെ നട്ടെല്ല് പോലും മോഹൻലാലിനില്ല എന്നും സിനിമയിൽ മാത്രമേ ഡയലോഗ് അടിക്കാനും ആക്ഷൻ കാണിക്കാനും അറിയാവൂ എന്നൊക്കെയാണ് മോഹൻലാലിന് നേരെ വിമർശനം ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിയും ഇതുപോലെ തന്നെയാണ്. ഒരക്ഷരം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ജന്തർ മന്ദറിൽ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾക്ക് നേരെ ഡൽഹി പോലീസിന്റെ നരനായാട്ടാണ് നടന്നത്. ഈ ഡൽഹി പോലീസിനോടൊപ്പം തന്നെ RSS BJP ഗുണ്ടകൾ കുറുവടിയുമായിട്ട് വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കാൻ ഇറങ്ങിയത്. അതിന്റെ നിരവധി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു സമരത്തെ, ജനാധിപത്യപരമായ ഒരു സമരത്തെ ഭരണകൂടം അടിച്ചമർത്തുന്നത് ഇതുപോലെയുള്ള ഗുണ്ടകളെ ഇറക്കിയിട്ടാണോ എന്നുള്ള വലിയ ചോദ്യവും ഇപ്പോൾ ഉയർന്നു വരികയാണ്. നമ്മൾ എല്ലായ്പ്പോഴും കേരളത്തിലുള്ളവർ പ്രബുദ്ധരാണ് എന്നൊക്കെ തള്ളി മറിക്കാറുണ്ടല്ലോ. പക്ഷെ രാജ്യം നേരിടുന്ന ഏതെങ്കിലും പ്രതിസന്ധികളിൽ ഈ പറയുന്ന പ്രബുദ്ധരായിട്ടുള്ള ആൾക്കാർ ശബ്ദിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? മലയാള സിനിമയിൽ നിന്ന് ഒരക്ഷരം പോലും രാജ്യം പ്രതിസന്ധി ഘട്ടത്തിൽ വരുമ്പോഴൊന്നും ഇവരാരും പ്രതികരിക്കാൻ തയ്യാറല്ല. കാരണം ഇവർക്കൊക്കെ കേന്ദ്ര സർക്കാരിനെ ഭയമാണ്. ED എന്ന ഭയമാണ് ഇവരെ എല്ലാവരെയും വേട്ടയാടുന്നത്. ഈ പറയുന്ന മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയ താരരാജാക്കന്മാർ ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഈ രാജ്യത്തുള്ളവരെ അല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ടോവിനോ തോമസിനെ പോലെയുള്ള നടന്മാർ രംഗത്തേക്ക് വന്ന് ശക്തമായി അവരുടെ നിലപാടുകൾ പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി ടോവിനോയ്ക്കെതിരെയും സംഘപരിവാർ തിരിഞ്ഞിരിക്കുകയാണ്. നിനക്കൊക്കെയുള്ള പണി തരാം എന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് ഒരു വെല്ലുവിളിയും കൂടി സംഘപരിവാറുകാർ നടത്തുന്നുണ്ട്. രായപ്പന് സംഭവിച്ചതാണ് നിനക്കൊക്കെ സംഭവിക്കാനിരിക്കുന്നത് എന്ന്. അതായത് പൃഥ്വിരാജിന്റെ കാര്യമാണ് ഇവർ പറയുന്നത്. പൃഥ്വിരാജിന് എന്താണ് കുഴപ്പം? അയാൾ ഇപ്പോഴും ഒരു മുൻനിര നടൻ തന്നെയാണ്. രാജ്യത്തെ മികച്ച നടന്മാരിൽ ഒരാളാണ്. ബോളിവുഡ് ഉൾപ്പെടെയുള്ള സിനിമകളിൽ അയാൾ സജീവ സാന്നിധ്യവുമാണ്. അയാൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. സംഘപരിവാറുകാർ ഇവിടെ ഉള്ളവരെ അങ്ങ് വിറപ്പിക്കുന്നത് ED കാണിച്ചൊക്കെയാണ്. ED ഭയമില്ലാത്തവരും ഈ രാജ്യത്തുണ്ട് സാർ. അതുകൊണ്ട് നിങ്ങളുടെ വിരട്ടലുകളൊക്കെ കയ്യിൽ വെക്കുക. ഈ വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്താൻ വലിയ രീതിയിലുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഭയക്കേണ്ട ചില വസ്തുതകൾ കൂടിയുണ്ട്, ഇല്ല എന്നല്ല. അതായത് വിദ്യാർത്ഥികളാണ് അവിടെ ആദ്യം സമരം തുടങ്ങുന്നത്. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് 20 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികൾ ഇരച്ചിറങ്ങി പ്രതിഷേധവുമായി രംഗത്തേക്ക് വന്നത്. അവർക്കൊരാവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, കേന്ദ്ര സർക്കാർ മറുപടി പറയണം എന്നുള്ള ആവശ്യവുമായിട്ടായിരുന്നു അവർ ജന്തർ മന്ദറിലേക്ക് സമരവുമായി എത്തിയത്. അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് സോനം വാങ്ചുക് വരുന്നു. പിന്നീട് ബോളിവുഡിൽ നിന്നും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ നിന്നുമുള്ള ഒരുപാട് പേർ, പ്രമുഖരായിട്ടുള്ള ഒരുപാട് പേർ ഈ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണയുമായിട്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. കഴിഞ്ഞ ഒരു ദിവസമാണ് ഈ ഒരു പ്രതിഷേധം, അതായത് വിദ്യാർത്ഥികൾ അവരുടെ ആവശ്യങ്ങൾ മുൻപോട്ട് വെക്കുകയായിരുന്നു. ഏതെങ്കിലും ഒരു നേതാവ്, ഒരു BJP കേന്ദ്ര നേതാവ് ഇവരുമായി ചർച്ച നടത്താൻ തയ്യാറായിരുന്നോ? ഒരു പ്രഹസനം എന്ന പോലെ BJP നേതാവ് JP നദ്ദ രംഗത്തേക്ക് വന്നിരുന്നു. എന്നാൽ 4 മണിക്കൂർ വെറുതെ കളഞ്ഞു എന്നാണ് ഈ നദ്ദയുമായിട്ടുള്ള കൂടിക്കാഴ്ച
കൂടിക്കാഴ്ചയെക്കുറിച്ച് പിന്നീട് ഈ വിദ്യാർത്ഥികൾ പ്രതികരിച്ചത്, വിദ്യാർത്ഥി പ്രതിനിധികൾ പറഞ്ഞത്. അതായത് ഞങ്ങളുടെ ധാർഷ്ട്യവുമായി അങ്ങ് ശക്തമായി ഇരിക്കുന്നു എന്നുള്ള നിലപാടായിരുന്നു JP നദ്ദയിൽ നിന്നുണ്ടായത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ സമരം കൈവിട്ടു പോയപ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വാ തുറന്നല്ലോ. ഇതുവരെ എന്തുകൊണ്ട് പ്രധാനമന്ത്രി വാ തുറന്നില്ല? അതല്ലേ ചോദ്യം. ഈ വിദ്യാർത്ഥികൾ നടത്തിയ സമരം പ്രധാനമന്ത്രി വിചാരിച്ചിരുന്നുവെങ്കിൽ നേരത്തെ പരിഹരിക്കാമായിരുന്നു, അതിന് പരിഹാരം കാണാമായിരുന്നു. പ്രധാനമന്ത്രി അപ്പോഴും ആ സമരത്തിന് നേരെ കണ്ണടയ്ക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. ആ വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിൽ സമരം തുടങ്ങിയപ്പോൾ പ്രധാനമന്ത്രിക്ക് നേരിട്ട് ഇടപെടാമായിരുന്നു, നേരിട്ട് പറയാമായിരുന്നു, അതിലെ പ്രതിനിധികൾ വരൂ, ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാണ്, അവരുമായി ഞാൻ സംസാരിക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ കേൾക്കാം, നടപടി എടുക്കാമെന്ന് പ്രധാനമന്ത്രിക്ക് പറയാമായിരുന്നല്ലോ. എന്തുകൊണ്ട് പറഞ്ഞില്ല? രാജ്യത്തിന്റെ ഭാവി യുവജനങ്ങളിലാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കുട്ടികൾ അവിടെ സമരം തുടങ്ങിയപ്പോൾ മുതൽ ഒരക്ഷരം പ്രതികരിക്കാതെ വായും പൂട്ടിക്കെട്ടി മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെയാണ് പ്രധാനമന്ത്രി മൗനം പാലിച്ചെടുത്താണ് ഈ സമരം വലിയ രീതിയിലേക്ക് വളർന്ന് പ്രതിപക്ഷ നിര ഉൾപ്പെടെ ഈ സമരത്തിലേക്ക് ഇറങ്ങുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചത്. കർഷക സമരക്കാർ ഉൾപ്പെടെ ഇപ്പോൾ ഈ സമരത്തിന്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ കൂടി നടക്കാൻ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമരം പൊളിക്കാനുള്ള പല വഴികൾ പല ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഇന്നിപ്പോൾ ഈ വിദ്യാർത്ഥികൾ, അതായത് സമരം നടത്തുന്ന ജന്തർ മന്ദറിൽ സമരവുമായി എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികൾ രാജ്യദ്രോഹികളാണ്, തീവ്രവാദികളാണെന്നാണ് ഈ BJP സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകൾ വെച്ചലക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കരുത്. ഈ രാജ്യത്തുള്ളവരെല്ലാം പൊട്ടന്മാരാണെന്നും നിങ്ങൾ വിചാരിക്കരുത്. ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ, ഒരു സമരം ഉണ്ടാകുമ്പോൾ, അതായത് ജനാധിപത്യത്തിൽ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ, ജനാധിപത്യം ചവിട്ടിയരയ്ക്കപ്പെടുമ്പോൾ അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ജനങ്ങൾ പ്രതിഷേധങ്ങളുമായി രംഗത്തേക്ക് ഇറങ്ങും. ഭരണകൂടത്തെ വിമർശിക്കും. അവർ ഭരണകൂടത്തിനെതിരെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അവർ ആവർത്തിച്ചു പറയും. ആ തെറ്റ് തിരുത്തേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട്. അതിൽ നിങ്ങൾക്ക് പിഴവ് സംഭവിക്കുമ്പോഴാണ് പ്രതിഷേധങ്ങൾ ആളിക്കത്തുന്നത്. എല്ലാ കാലത്തും ഇവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് പ്രതിഷേധങ്ങളിലൂടെയും സമരങ്ങളിലൂടെയും ഒക്കെ തന്നെയാണ്. എന്നാൽ ഇന്നിപ്പോൾ ഭരിക്കുന്നവർ സമരങ്ങളെ ഭയപ്പെടുകയാണ്, പ്രതിഷേധങ്ങളെ ഭയക്കുകയാണ്, ചോദ്യങ്ങളെ ഭയക്കുകയാണ്. ഈ ഒരു സമരം വഷളായതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ പങ്കുണ്ട്. കാരണം തുടക്കത്തിൽ തന്നെ നരേന്ദ്രമോദിക്ക് ഈ വിഷയത്തിൽ ഇടപെടാമായിരുന്നു. ഈ സമരം, അതായത് സമരം കിടന്ന വിദ്യാർത്ഥികൾ ഉന്നയിച്ച അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഞാൻ ഉണ്ടാക്കാം എന്നൊരൊറ്റ വാക്ക് പറയാമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. പക്ഷേ രാജ്യം പ്രതിസന്ധി ഘട്ടത്തിലേക്ക് വീഴുമ്പോഴൊന്നും ഒരക്ഷരവും പ്രതികരിക്കാതെ മൗനം പാലിക്കുന്ന നരേന്ദ്രമോദിയെയാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. അതിനെതിരെ തന്നെയാണ് വിമർശനം ശക്തമാകുന്നതും. അപ്പോൾ നിങ്ങൾ അതിനെ ഇത് തീവ്രവാദ പ്രവർത്തനമാണ്, രാജ്യദ്രോഹികളാണ് എന്ന് മുദ്ര കുത്തിയിട്ട് കാര്യമില്ല. കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ വരുമ്പോൾ, പ്രതിഷേധങ്ങൾ വരുമ്പോൾ, പ്രധാനമന്ത്രിക്കെതിരെ ചോദ്യങ്ങൾ വരുമ്പോൾ ചോദ്യം ചോദിക്കുന്നവരെല്ലാം തീവ്രവാദികളാകുന്നത് എങ്ങനെയാണ് സാർ? അത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ചോദിച്ചു പോകുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു പ്രതിസന്ധിയായി ഉയർന്നു വന്നിരിക്കുന്നത് നമ്മൾ കർഷക സമരത്തിലും കണ്ട ഒരു പ്രതിസന്ധിയാണ്, ഒരു ആശങ്കയായി നിൽക്കുന്നത്. അതായത് കർഷക സമരം നടന്നപ്പോൾ അന്ന് കർഷകർ അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരവുമായി രംഗത്തേക്ക് പോയപ്പോൾ അതിൽ നുഴഞ്ഞു കയറിയ ഖാലിസ്ഥാനി ഭീകരവാദികൾ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ വിദ്യാർത്ഥികൾ സമരം നടത്തുമ്പോൾ ബംഗ്ലാദേശിലെ ജമാഅത്തെ വിഭാഗം ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അപകടമാണ്. വിദ്യാർത്ഥികൾ നിങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക. അവർ ഇവിടെ സമരം തുടങ്ങിയത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും കൊടിയുടെ നിറവും അവരുടെ പിന്തുണയും കൊണ്ടല്ല. അവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അതായത് ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിവില്ലാതെ വന്നതുകൊണ്ടാണെന്നേ വിദ്യാർത്ഥികൾ സമരത്തിന് വേണ്ടി ഇറങ്ങിയത്. ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ആർജവം ഉണ്ടായിരുന്നെങ്കിൽ, രാജ്യത്തെ പ്രതിപക്ഷത്തിന് ആർജവവും നിലപാടും ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇങ്ങനെ തെരുവിൽ കിടന്ന് തല്ലുകൊള്ളേണ്ടി വരുമായിരുന്നില്ല. കോൺഗ്രസിന്റെ പിടിപ്പുകേടാണ് ഇതെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ആ വിദ്യാർത്ഥികൾക്ക് തെരുവിൽ കിടന്ന് തല്ലുകൊള്ളേണ്ടി വന്നതും. ഇന്നിപ്പോൾ അവർ തല്ലുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഇത് രാജ്യം മുഴുവൻ വലിയ ചർച്ചയായി, ലോകം മുഴുവൻ ഇത് വാർത്തയായി കഴിഞ്ഞപ്പോഴത്തേക്ക് രാഹുൽ ഗാന്ധി ഓടിയെത്തുകയായിരുന്നു. ഇതോടുകൂടിയാണ് സമരം വലിയ രീതിയിലേക്ക് ഇപ്പോൾ സ്പ്രെഡ് ആയിരിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗത്ത് നിന്ന്, അതായത് ഇന്ത്യയുടെ പല ഭാഗത്ത് നിന്ന് ചെറുപ്പക്കാർ ജന്തർ മന്ദറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർക്കിടയിലേക്ക് അങ്ങനെ നുഴഞ്ഞു കയറുന്ന ഈ തീവ്ര നിലപാടുകാരെ നിങ്ങൾ ചവിട്ടി പുറത്താക്കണം. വിദ്യാർത്ഥി സംഘടനകളോടാണ് പറയുന്നത്. എന്തായാലും ഒരു ആവശ്യത്തിന് വേണ്ടി, അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ സമരത്തെ അവരെ തീവ്രവാദി ചാപ്പ കുത്തി രാജ്യത്തിന്റെ ഭരണകൂടം ഭരിക്കുന്നവർ ഇവിടുത്തെ ചെറുപ്പക്കാരെ രാജ്യദ്രോഹികളാക്കി മുദ്ര കുത്തിയിരിക്കുകയാണ്. നിങ്ങൾ എത്ര പേർക്കെതിരെ ഈ രാജ്യദ്രോഹ മുദ്ര കുത്തും? ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുകയാണ് അവർ ചെയ്യുന്നത്. തെറ്റുകൾ നിങ്ങൾ തിരുത്തണമെന്നാണ് അവർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും നിങ്ങൾ അവരെ തീവ്രവാദികളാക്കി മാറ്റുകയാണ്.
അവരുടെ മനസ്സിൽ ആ ഒരു മുറിവ് എല്ലാ കാലത്തും ഉണ്ടായിരിക്കും. ഭരണകൂടങ്ങളോട് പറയാനുള്ളത്, ഒരേകാധിപത്യവും ഒരുപാട് നാള് വാണ ചരിത്രമൊന്നും ഒരിടത്തും കാണാൻ കഴിയില്ല. അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കേരളത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിന്റെ വലിയ നേട്ടം കൊണ്ടൊന്നുമല്ല ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ UDFന് കൊണ്ടുപോയി കുത്തിക്കൊടുത്തത്. ഇവിടുത്തെ ഒരു ഭരണകൂടത്തിന്, പിണറായി ഭരണകൂടത്തിന്റെ അഹങ്കാരവും ധാർഷ്ട്യത്തിനും മേലായിരുന്നു ഇവിടുത്തെ ജനങ്ങൾ വോട്ട് കുത്തിയത്. അതുപോലെ തന്നെയാണ് എല്ലാ കാലത്തും. ഓർക്കുക, ഭരണകൂടങ്ങൾ ഒരു കാലത്തും ആരെയും അടിച്ചമർത്തി വെക്കാനോ ഏകാധിപത്യം നടമാടാനോ ഒരു കാലത്തും ഒരു ജനാധിപത്യ രാജ്യത്ത് അതിനനുവദിക്കില്ല. ഇവിടെ ഒരു ശക്തമായ പ്രതിപക്ഷമില്ലെങ്കിൽ ഈ ജനങ്ങൾ മുഴുവൻ ഒരു പ്രതിപക്ഷമായി ഇളകിയിറങ്ങും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ നരേന്ദ്രമോദി വിചാരിച്ചാൽ മാത്രമാണ് കഴിയുക. നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ വിദ്യാർത്ഥികളുമായി സംസാരിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ഈ സമരം ഇതിലും വലിയ സമരമായി മാറിക്കൊണ്ടിരിക്കും. ഒരു തീജ്വാലയാണ് ജന്തർ മന്ദറിൽ പടർന്നിരിക്കുന്നത്. അത് കൂടുതൽ സ്പ്രെഡ് ആകുകയേ ചെയ്യൂ. എന്തായാലും വിസ്മയ മോഹൻലാലിനെ കൊത്തിപ്പറിക്കാൻ ഇറങ്ങിയ സംഘികളോട് നിങ്ങൾ ഒരു കാര്യം ഓർക്കുക. രാജ്യത്തിനെതിരെയല്ല പറയുന്നത്, രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പിടിപ്പുകേടുകൾക്കെതിരെയാണ് ഇവിടുത്തെ ജനങ്ങൾ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൊല്ലും, തിന്നും, വെട്ടും, കുത്തും എന്നൊക്കെയുള്ള ഈ ഭീഷണികളുമായി രംഗത്തേക്ക് വന്നാൽ ജനം കാർക്കിച്ചു തുപ്പും. നിങ്ങളെ ഒന്നും ഇവിടെ ആർക്കും ഭയമില്ല എന്ന് ഓർക്കുക. ബ്രിട്ടീഷുകാരെ ഭയന്നിട്ടില്ല, പിന്നെയാണോ സംഘികളെ ഭയക്കാൻ പോകുന്നത്? എന്തായാലും വിസ്മയ മോഹൻലാല് പങ്കുവെച്ച ആ ഒരു കുറിപ്പ് കൂടി നമുക്കൊന്ന് നോക്കണം. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്തുന്നതിനെ ചോദ്യം ചെയ്യുന്ന വിസ്മയയുടെ പോസ്റ്റ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ടിയർ ഗ്യാസ്, ലാത്തി ചാർജ്, വിദ്യാർത്ഥികൾക്കെല്ലാം പരിക്ക്, റോഡുകൾ ബ്ലോക്ക് ചെയ്യുന്നു, മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടു, നഗരം മുഴുവൻ ബാരിക്കേഡുകൾ, ഇന്റർനെറ്റ് നിരോധിച്ചു. സമരക്കാരെ നിങ്ങൾ അനുകൂലിക്കേണ്ട ആവശ്യമില്ല, അവരുടെ ആവശ്യങ്ങളും അംഗീകരിക്കേണ്ടതില്ല, അവരുടെ കൂടെ നിൽക്കുന്ന സംഘടനയെ അംഗീകരിക്കുകയും വേണ്ട. പക്ഷേ പൗരന്മാരുടെ ചോദ്യത്തിനും അവർ ഉയർത്തുന്ന ശബ്ദത്തിലും നേരെ ഇത്തരം അടിച്ചമർത്തൽ നടക്കുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുകയും ഇതേത് തരത്തിലുള്ള ജനാധിപത്യമാണെന്ന് ചോദിക്കുകയും വേണം. കാരണം നാളെ നിങ്ങൾ പറയുന്നതും അവർക്ക് കേൾക്കേണ്ട അവസ്ഥ വരും. നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബമോ അയൽക്കാരോ നാട്ടുകാരോ ആയിരിക്കും ചോദ്യം ചോദിക്കാനുണ്ടാകുക. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. സ്വന്തം പൗരന്മാരോട് ഇങ്ങനെ പെരുമാറുന്നതാണോ ജനാധിപത്യം എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇതായിരുന്നു വിസ്മയെ കുറിച്ചത്. വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ് അവർ ചോദിച്ചത്. ഈ രാജ്യത്തെ ചെറുപ്പക്കാർ മുഴുവൻ ഭരണകൂടത്തിനെതിരെ ചോദ്യം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തുക എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എല്ലാ കാലത്തും എല്ലാവരെയും അടിച്ചമർത്താൻ കഴിയില്ല. അടിച്ചമർത്തപ്പെടുന്തോറും അവരുടെ വീറും വാശിയും കൂടുകയുള്ളൂ. അവർ അതിശക്തമായി തന്നെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കും, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.